സർവസംഘ പരിത്യാഗിയായിട്ടുള്ള ശുകബ്രഹ്മർഷി എങ്ങനെയാണ് രാജാവിൻ്റെ ഗുരുവായത്? ഭഗവത് കഥകൾ രാജാവിനോട് വിസ്തരിച്ച് പറയാൻ എങ്ങനെ അവസരമുണ്ടായി? ആ കഥയെല്ലാം വിസ്തരിച്ച് പറയണമെന്ന് പറഞ്ഞ സൂതനോട് ശൗനകൻ ചോദിച്ചു. ഇതിനുത്തരമായിട്ട് സൂതൻ പറയാണ്, ഭക്തനായ പരീക്ഷിത്ത് മഹാരാജാവ് ധർമ്മനിഷ്ഠയോടെ രാജ്യം ഭരിച്ച് രാജാവിന് 68 വയസ്സായി. അക്കാലത്ത് ഒരു ദിവസം പരീക്ഷിത്ത് നായാട്ടിനായി വനത്തിലെത്തി. നായാട്ട് നടത്തി തളർന്ന് മധ്യാഹ്നവേളയിൽ കൊടും ചൂടേറ്റ് ദാഹാർത്തനായിട്ട് നടക്കുമ്പോൾ അടുത്തായി ഒരു താപസാശ്രമം കണ്ട് അവിടെ യോഗസാധനയിൽ മുഴുകിയിരിക്കുന്ന ഒരു താപസനെ കണ്ടിട്ട് രാജാവ് ചോദിച്ചു, ആരാണിവിടെ ഇരിക്കുന്നത്? അല്പം വെള്ളം തരാനുണ്ട്. രാജാവ് ചോദിച്ചത് സമാധിയിൽ മുഴുകിയിരുന്ന താപസൻ കേട്ടില്ല. അതുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞുമില്ല. ഈ പെരുമാറ്റം തന്നെ ധിക്കരിക്കുന്നതാണെന്ന് രാജാവ് തെറ്റിദ്ധരിച്ച് അവിടെ അടുത്തു തന്നെ ഒരു പാമ്പ് ചത്തുകിടക്കുന്നത് കണ്ട് അദ്ദേഹം വില്ലിൻ മുന കൊണ്ട് അതിനെ എടുത്ത് മഹർഷിയുടെ കഴുത്തിൽ ചാർത്തി. കൃഷൻ എന്ന മുനികുമാരൻ ആ താപസന്റെ പുത്രനായ ശൃംഗിയെ പരിഹസിച്ചുകൊണ്ട്, നിന്റെ അച്ഛൻ ചത്തപാമ്പിനെ ചുമന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉൾക്കണ്ണുകൊണ്ട് സത്യം കണ്ടെത്തിയ ശൃംഗി കോപത്തോടെ പരീക്ഷിത്തിനെ ശപിച്ചു. ഈ ശാപമാണ് പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീ മഹാഭാഗവതം കേൾക്കാനുള്ള യോഗത്തെ പ്രദാനം ചെയ്തത്. ഇവിടെ നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട് കാണേണ്ടതായിട്ടുള്ള മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട തത്വം എന്ന് പറഞ്ഞാൽ, എല്ലാം തികഞ്ഞവനായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനാൽ തന്നെ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന അവസ്ഥയിൽ പരിരക്ഷിക്കപ്പെട്ടതായിട്ട് പരീക്ഷിത്ത് എന്ന നാമധേയത്തോടുകൂടി ജനിച്ച അർജുനന്റെ പൗത്രൻ ആരുടെ പൗത്രനാണ്? അർജുനന്റെ പൗത്രനാണ്. ആനയും അമ്പാരിയുമുള്ള ഒരു വലിയ ഭൗതികമായ സ്വത്തോടു കൂടിയിട്ട് ജനിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യന് ആണ് നമ്മളുടെ പരീക്ഷത്തിൽ കാണേണ്ടത്. അങ്ങനെ ഇരിക്കുന്ന ഈ പരീക്ഷത്തിന് പോലും തൻ്റെ ഒരു നിമിഷത്തെ കോപം കൊണ്ട്, ചിത്തഭ്രമാലുള്ള ബുദ്ധി കൊണ്ട് തോന്നിയതായിട്ടുള്ള ഒരു കാര്യം, നിസ്സാരമായിട്ടുള്ള